അക്ഷരായനം കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. അക്ഷരായനം സാഹിത്യ സദസ്സിന്റെ ആദ്യ വാർഷിക സമാഗമവും കവിതാ സമാഹാരം പ്രകാശനവും പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ചു നടന്നു. പ്രവർത്തക സമിതി കൺവീനർ TC മഹേഷ് മുക്കുന്ന് സ്വാഗതവും മധു നമ്പ്യാർ മാതമംഗലം അധ്യക്ഷതയും വഹിച്ച പരിപാടി മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വേദിയിലുള്ള ഡോക്ടർ C. കൃഷ്ണൻ, IV. ശിവരാമൻ, V. നാരായണൻ പഠിപ്പിച്ച എൻ്റെ അച്ഛൻ പകർന്നു തന്ന ആ ഒരു അക്ഷരായനത്തിൻ്റെ ആദ്യ ഗുരു. 83 കവിതകൾ അടങ്ങുന്ന അക്ഷരായനം സാഹിത്യ പതിപ്പ് കൂട്ടായ്മ കവിതാ സമാഹാരം കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാസ്റ്റർ പ്രകാശനം ചെയ്തു. നാടൻ കലാ ഗവേഷകനും കവിയും പ്രഭാഷകനുമായ ഡോക്ടർ RC കരിപ്പത്തുപ്പം മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. ശ്രീനാരായണ വിദ്യാലയം വിദ്യാർത്ഥികൾക്ക് കൈമാറി. ഇവിടെ അക്ഷരായനം എന്ന പേരിൽ ഒരു കവി കൂട്ടായ്മ, ഒരു സമാഹാരം ഇറങ്ങുകയാണ്. അങ്ങ് തെക്ക് ദേശത്തെ വയലാർ രാമവർമ്മയുടെ മകൾ ഇന്ദുലേഖ മുതൽ ഇങ്ങ് വടക്ക് കൊട്ടുമത്ത് മഹാകവിയുടെ പിന്മുറക്കാരനായ KTM കൊഴുമ്മൽ വരെയുള്ള 83 കവികളുടെ കവിതകളാണ് ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ സമാഹാരത്തിലുള്ളത്. ഒരു കാര്യം നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഈ കാലത്ത് സമൂഹത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ നമുക്ക് സാധിക്കുന്ന സാമൂഹ്യ മാധ്യമമാണ് ഫേസ്ബുക്ക് പോലെ അല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ള മേഖലകൾ. അങ്ങനെ വാട്സപ്പിലൂടെ 2 കൊല്ലം മുമ്പ് മഹേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആരംഭിച്ച ആ കൊച്ചു കൂട്ടായ്മയാണ് ഇന്ന് 160-ൽ പരം കവികൾ, എഴുത്തുകാർ സമ്മേളിക്കുന്ന അക്ഷരായനം ആയി മാറിയത്. ഇന്ന് അല്ലെങ്കിൽ ഇക്കാലത്ത് കവിതകൾ അല്ലെങ്കിൽ കവികൾ ഏറി വരികയാണ്. നേരത്തെ മാഷ് പറഞ്ഞു, പറയുന്നതും കവിതയാകുമോ? ആകുമോ? പറയുന്നത് കവിതയാകും എന്ന് പണ്ട് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. വാക്യം രസാത്മകം കാവ്യം. രസാത്മകമായ ഏത് വാക്യവും കവിതയാകുന്നു. അതുകൊണ്ട് കവിത എഴുതാൻ തുടങ്ങുന്നവർ ആലോചിക്കണം, ഞാൻ എഴുതുന്നത് 1-ാം തരം കവിതയാണെന്ന്. നമ്മളൊരിക്കലും മടിക്കേണ്ട കാര്യമില്ല. എൻ്റെ കവിത എൻ്റെത് മാത്രമാണ്. അപാരേ കാവ്യസംസാരേ കവിരേവ പ്രജാപതി. വിജയൻ കീഴാറ്റൂർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അക്ഷരായനം ഭാരവാഹികളായ സുധാകരൻ കേളോത്ത്, വിജയൻ കീഴാറ്റൂർ, ശ്രീലത മധു പയ്യന്നൂർ, സതീശൻ ലാറ ഇരുണാവ്, വിജയൻ മാസ്റ്റർ കാലിക്കടവ്, KV കുഞ്ഞപ്പൻ മാസ്റ്റർ തൃക്കരിപ്പൂർ, മധു കൊതോളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് അക്ഷരായനം കാവ്യ സദസ്സിൻ്റെ കവിയരങ്ങും കരോക്കെ ഗാനങ്ങളും നടന്നു. മുല്ലനേഴി മാഷുടെ മനോഹരമായ ഒരു പാട്ടുണ്ട്. അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരേ ആകാശം വീണു കിട്ടാൻ, ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാം.
അക്ഷരത്തിൽ നിന്ന് ആരംഭിച്ച് വാക്കുകളിലൂടെ, അനുഭവങ്ങളിലൂടെ സഹൃദയന്റെ ഹൃദയത്തെ തൊടുന്ന പ്രവർത്തനമാണ് ഒരു സാഹിത്യകാരൻ, കലാകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും മഹത്തായ, ഏറ്റവും ഉത്കൃഷ്ടമായ സാഹിത്യ പ്രവർത്തനം എന്നത് കവിതയാണ് എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കവിതയിലൂടെയാണ് ലോകത്തെ ഏറ്റവും സുന്ദരമായി, ശക്തമായി, സാന്ദ്രമായി ലോകാനുഭവങ്ങളെ നമ്മുടെ പൂർവ്വ കവികൾ മുതൽ പുതിയ കാലത്തെ കവികൾ വരെ നമുക്ക് കാണിച്ചു തരുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.